ലോകം കാത്തിരുന്ന ആ ഫുട്ബോൾ മാമാങ്കത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2026 ജൂൺ 11 മെക്സിക്കോയിൽ പന്തുരുളുമ്പോൾ അതൊരു വലിയ ആഘോഷമാകേണ്ടതായിരുന്നു. എന്നാൽ ഇത്തവണ കളിമുറ്റങ്ങളിൽ ആവേശത്തിനു പകരം യുദ്ധത്തിന്റെ കരിനിഴലാണ് വീണിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾ വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇറാന്റെ പങ്കാളിത്തത്തെ വലിയൊരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. വിധിയെന്നല്ലാതെ മറ്റെന്തു പറയാൻ? ഇറാനെ ആക്രമിക്കുന്നതിൽ മുൻപന്തിയിലുള്ള അമേരിക്ക തന്നെയാണ് ഈ ലോകകപ്പിന്റെ പ്രധാന ആതിഥേയരും. ഇത്തവണ ഗ്രൂപ്പ് ജിയിലാണ് ഇറാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ബെൽജിയം, ഈജിപ്റ്റ്, ന്യൂസിലാൻഡ് എന്നിവരാണ് ഇറാന്റെ എതിരാളികൾ. പക്ഷേ ഇറാന്റെ ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇറാന്റെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് അവരുടെ ശത്രുരാജ്യമായ അമേരിക്കയുടെ മണ്ണിലാണ്. ജൂൺ 16 ലോസ് ആഞ്ചലസ് ന്യൂസിലാൻഡിനെതിരെയാണ് ഇറാന്റെ ആദ്യ പോരാട്ടം. തുടർന്ന് ജൂൺ 22 ബെൽജിയവുമായും ജൂൺ 27 സീറ്റിൽ വെച്ച് ഈജിപ്തുമായും ഇറാൻ ഏറ്റുമുട്ടും. സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്നവരുടെ മണ്ണിൽ പോയി ഇറാൻ കളിക്കാൻ കഴിയുമോ എന്നതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന കാര്യം. ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് മൊഹദി താജിന്റെ വാക്കുകൾ അത്ര ശുഭകരമല്ല. ഈ ആക്രമണങ്ങൾക്ക് ശേഷം പ്രതീക്ഷയോടെ ലോകകപ്പിനെ നോക്കിക്കാണാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ടീമിന് മാത്രമല്ല കേട്ടോ, ആരാധകർക്കും അമേരിക്കയിലേക്കുള്ള യാത്ര ഒരു ബാലികേറാ മലയാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഇപ്പോഴും കർശനമായി തുടരുകയാണ്. ലോസ് ആഞ്ചലസിൽ വലിയൊരു ഇറാനിയൻ സമൂഹം താമസിക്കുന്നുണ്ടെങ്കിലും ഇറാനിൽ നിന്ന് നേരിട്ട് ആരാധകർക്കെത്താൻ വിസാ തടസ്സങ്ങൾ ഏറെയാണ്. ഈ വിലക്കിനെയും ഒഴിവാക്കലിനെയും കേവലം സുരക്ഷാ പ്രശ്നമായിട്ടല്ല, മറിച്ച് ഒരു വംശീയ നിലപാടായിട്ടാണ് ഇറാൻ കാണുന്നത്. ലോകകപ്പ് പോലെ ഒരു വേദിയിൽ നിന്നും ഒരു രാജ്യത്തെയും അവരുടെ ആരാധകരെ അകറ്റി നിർത്തുന്നത് ഫിഫയുടെ ഫുട്ബോൾ എല്ലാവർക്കും എന്ന നയത്തിന് വിരുദ്ധമാണെന്ന വാദവും ശക്തമാണ്. ഇറാൻ ലോകകപ്പിൽ നിന്ന് പിന്മാറുമെന്നതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ലോകകപ്പ് ചരിത്രത്തിൽ ഇത്തരം പിന്മാറ്റങ്ങൾ വളരെ അപൂർവമാണ്. എന്നാൽ നിലവിലെ സാഹചര്യം അത്രമേൽ വഷളായിരിക്കുകയാണ്. ഇറാൻ പിന്മാറുകയാണെങ്കിൽ പകരം മറ്റൊരു ഏഷ്യൻ രാജ്യത്തെയാകും മത്സരത്തിൽ ഉൾപ്പെടുത്തുക. നിലവിലെ സൂചനകൾ പ്രകാരം UAEക്കാണ് കൂടുതൽ സാധ്യത. ചിലപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങൾ വഴി ഇറാഖും രംഗത്തെത്തിയേക്കാം. പക്ഷേ ഏഷ്യയിലെ കരുത്തരായ ലോക റാങ്കിങ്ങിൽ 20ാം സ്ഥാനത്തുള്ള ഇറാന്റെ അഭാവം ടൂർണമെന്റിന്റെ ആവേശത്തെ ചോർത്തിക്കളയുമെന്ന് ഉറപ്പാണ്. കാരണം ശക്തമായ ഒരു ഫാൻ ബേസുള്ള ടീം കൂടിയാണ് ഇറാൻ. ഫുട്ബോൾ വെറുമൊരു കളിയല്ല കേട്ടോ, അത് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വികാരം കൂടിയാണ്. എന്നാൽ രാഷ്ട്രീയം കളിക്കളത്തിലേക്ക് പടരുമ്പോൾ തോൽക്കുന്നത് കായിക പ്രേമികൾ കൂടിയാണ്.